عليكم ورحمة الله وبركاته. സ്വർഗത്തിലെ ഒരു നിധിയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 1646 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഖാല അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മ ഗസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഔ ഖാല അല്ലെങ്കിൽ അബൂ മൂസൽ അശ്അരി പറയുന്നു, ലമ്മ തവജ്ജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, അശ്റഫന്നാസു അലാ വാദി, ജനങ്ങൾ ഒരു മലഞ്ചരിവിലെത്തി. ഫറഫഉ അസ്വാതഹും ബിത്തക്ബീർ, അപ്പോൾ അവർ തക്ബീർ കൊണ്ട് അവരുടെ ശബ്ദം ഉയർത്തി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തക്ബീർ കൊണ്ട് ഒരു മലഞ്ചരിവിലെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഇർബഉ അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് മൃദുലത കാണിക്കുക. ഇന്നക്കും ലാ തദ്ഉന അസമ്മ, നിങ്ങൾ അന്ധനായ ഒരാളോടല്ല, അന്ധനായ ഒരാളെയല്ല നിങ്ങൾ വിളിക്കുന്നത്, ബധിരനായ ഒരാളെയല്ല നിങ്ങൾ വിളിക്കുന്നത്, ചവിടുവട്ടനായ ഒരാളെയല്ല നിങ്ങൾ വിളിക്കുന്നത്. വലാ ഗായിബൻ, അസാന്നിധ്യത്തിലുള്ള ഒരാളെ, നിങ്ങളുടെ സമീപത്തില്ലാത്ത ഒരാളെയുമല്ല നിങ്ങൾ വിളിക്കുന്നത്. പിന്നെയോ, ഇന്നക്കും തദ്ഉന സമീഅൻ ഖരീബൻ, നല്ലപോലെ കേൾവിയുള്ള നിങ്ങളുടെ സമീപസ്ഥനായ ഒരാളെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് ദിക്ർ ചൊല്ലുമ്പോൾ ഇത്രയേറെ ഒച്ചത്തിൽ ചൊല്ലേണ്ട കാര്യം എന്താ? പടച്ചവൻ ചവിടുപൊട്ടനെങ്ങാനുമാണ്. അതുകൊണ്ട് ഇത്ര ശബ്ദിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലേണ്ട ആവശ്യമില്ല. വഹുവ മഅക്കും, അല്ലാഹു നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൃഗത്തിന്റെ ബേക്കിൽ ഇരിക്കുകയായിരുന്നു. ഫസമിഅനി വഅന അഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അപ്പൊ ഞാൻ നബി തങ്ങളുടെ പിന്നിൽ വെച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. സ്വഹാബത്ത് മൊത്തത്തിൽ തക്ബീർ ചൊല്ലിയപ്പോൾ ഉച്ചത്തിലായപ്പോൾ, ചവിടുപൊട്ടനായ ആളെയല്ല നിങ്ങൾ വിളിക്കുന്നത്, നല്ല കേൾവിയുള്ള നിങ്ങളോടൊപ്പമുള്ള ഒരാളെയാണ്, അതുകൊണ്ട് പതുക്കെ ചെല്ലാൻ മതി എന്ന് പറഞ്ഞു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൃഗത്തിൻ്റെ ബേക്കിലിരിക്കുകയാണ്. ഞാനപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലി. ഇത് നബിതങ്ങൾ കേട്ടു. ഫഖാല ലി, അപ്പോൾ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസിൻ, ഖൈസിന്റെ പുത്രനായ അബ്ദുല്ലാഹ്. ഖുൽതു, ഞാൻ പറഞ്ഞു, ലബ്ബൈക റസൂലല്ലാഹ്, അതെ നബിക്ക് ഞാൻ ഉത്തരം നൽകുന്നു. എന്താണ് നബിയെ? ഖാല, നബി തങ്ങൾ ചോദിച്ചു, അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു എന്നോട്. ഖുൽതു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, വേണം. സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയെക്കുറിച്ച് എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഫിദാക അബീ വ ഉമ്മീ,
എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും അങ്ങേക്ക് ദണ്ഡമാണ്, അങ്ങേക്ക് സമ്മാനമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റാണ് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ വലിയ മഹത്വമുള്ള ദിക്റാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ ഫാത്തിഹയിൽ ഓതുന്ന ആയത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇയ്യാക നിന്നെ മാത്രം, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നിന്നോട് മാത്രം, നസ്തഈൻ ഞങ്ങൾ സഹായത്തെ തേടുന്നു. നമ്മൾ പല ആളുകളോടും സഹായം തേടുന്നുണ്ട് ഒരു ദിവസം. എന്നാലും നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. കാരണം ആ സഹായത്തിൻ്റെയൊക്കെ ഉറവിടം അള്ളാഹു ആയതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുന്നതിന് തുല്യമാണ് എന്ന് ഈ ആയത്തിൻ്റെ സാരാംശമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ല. ലാ ഹൗല, ലാ ഹൗല മറ്റു മതങ്ങളിൽ നിന്ന് തെറ്റലില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്നെല്ലാം മാറി ഈ മതത്തിലേക്ക് ഞാൻ വന്നത്. വലാ ഖുവത ഇബാദത്ത് ചെയ്യാനുള്ള ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യാല സ്വലാഹ് ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ് ഹയ്യാലൽ ഫലാഹ്, മുഅദ്ദിന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിൻ പറയുന്നത് പോലത്തെ വാക്ക് നമ്മൾ പറയൽ സുന്നത്തുണ്ട്. പക്ഷെ ഹയ്യാല സ്വലാ എത്തുമ്പോൾ ഹയ്യാല സ്വലാ എന്നല്ല പറയേണ്ടത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഹയ്യാലുൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഹയ്യാലുൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, അല്ലാഹുമ്മ ജഅൽനി മിനൽ മുഫ്ലിഹീൻ, അല്ലാഹുവേ എന്നെ നീ വിജയികളിൽ പെടുത്തണേ എന്ന അർത്ഥമുള്ള ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? സദഖത വ ബരിറത എന്ന് പറയണം. സദഖത വ ബരിറത. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം, ഉറക്കത്തേക്കാൾ നല്ലത് നിസ്കാരമാണ് എന്നാണ് പറയുന്നത്. ഉറക്കത്തേക്കാൾ ഏറ്റവും നല്ലത് എന്നർത്ഥമല്ല, ഉറക്കത്തേക്കാൾ ഏറ്റവും നല്ല നിസ്കാരമാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഉറക്കം നല്ലതാണല്ലേ എന്ന് കിട്ടൂലേ? അതുകൊണ്ട് അവിടെ അങ്ങനെ അർത്ഥമില്ല. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം, നിസ്കാരമാണ് നല്ലത്, നിസ്കാരമാണ് ഖൈർ, ഉറക്കം ഈ സമയത്ത് ശർറാണ് എന്നാണ്. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ വലിയ സ്വാധീനമുള്ള ദിക്റാണ്. 60 രോഗങ്ങൾക്ക് പരിഹാരമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നാണ്. ഒരു ഹദീസിൽ അങ്ങനെയുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ചൊല്ലി ഇറങ്ങണമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പരമാവധി വർദ്ധിപ്പിക്കേണ്ട, അള്ളാഹുവിൻ്റെ ശക്തിയെ അംഗീകരിക്കുന്ന വളരെ വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ്. പള്ളിയിൽ കയറി വരുമ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 4 വട്ടം ചൊല്ലിയാലും തഹിയ്യത്ത് നിസ്കരിച്ചതിൻ്റെ അടിസ്ഥാന കൂലി കിട്ടുമെന്ന് മഹാന്മാരായ ഫഖഹാ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് ചെല്ലാൻ പറ്റിയ വളരെ ഫലവത്തായ സ്വർഗത്തിലെ നിധി എന്ന് പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വിവരിച്ചു തന്ന ദിക്റാണ്
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അവസരോചിതമായ ദിക്റുകൾ ചൊല്ലുക, അത് വലിയ പുണ്യമുള്ള ഒരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദിക്റുകൾ ചൊല്ലാനുള്ള അവസരങ്ങൾ നമുക്ക് സൃഷ്ടിച്ചു തരുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ മഹത്തായ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാൻ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാൻ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാൻ. ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ. ഞങ്ങളുടെ ഹൃദയം നീ പൂർണ്ണമായും സംസ്കരിക്കണേ റഹ്മാൻ. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ ഇസ്സത്തിലാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഈ റമളാൻ ഞങ്ങൾക്ക് പൂർണ്ണമായും നീ അനുകൂലമാക്കി തരണേ റഹ്മാൻ. ഞങ്ങൾ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെല്ലാം നീ ഖബൂലാക്കണേ റഹ്മാൻ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.